ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്ക്യൂട്ട്സ്. അപ്പോൾ നിങ്ങളുടെ ട്രാവൽ സ്ക്യൂട്ട് ഉള്ളത് ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിലാണ്. ബാത്തുമി സിറ്റിയിലെ അജാരിയൻ ഹൗസ് എന്ന് പറയുന്ന വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ജോർജിയൻ റെസ്റ്റോറൻറ്റിലാണ്. സോ കാരണം ഞാൻ ടിബിലിസിയിലായിരുന്നു 3 വീക്സ്. നമ്മൾ ഇപ്പോൾ ബാത്തുമിയിലാണ്. ജോർജിയൻ അവരുടെ ക്യുസീൻസ്, അവരുടെ ഫുഡ് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയുണ്ടായില്ല. സോ അപ്പോൾ നമ്മൾ ഓർബിയുടെ തൊട്ടടുത്ത്, അതായത് ബാത്തുമി ബീച്ചിന് ഉള്ളിലുള്ള ആ ഒരു ബാങ്ക്സിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു ജോർജിയൻ റെസ്റ്റോറൻ്റാണ് അജാരിയൻ ഹൗസ്. സോ അപ്പോൾ ഇതൊരു ഒത്തൻറ്റിക് ജോർജിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഡിഷസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ ജോർജിയൻ ഫുഡ് എന്ന് പറയുമ്പോൾ കിങ്കാലി, കച്ചാപ്പൂരി അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. സോ അപ്പോൾ ഇത് രണ്ടും അല്ലാതെ വേറെ 3 സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കിങ്കാലി ഒത്തിരി നമുക്കറിയാം, അത് ഡംപ്ലിങ്സ് ആണ്, ഇറ്റ്സ് ജോർജിയൻ ഡംപ്ലിങ്. പിന്നെ വന്നിട്ട് കച്ചാപ്പൂരി. സോ അതെല്ലാം എല്ലാവർക്കും, ഒട്ടും മിക്ക ആളുകൾക്കും അറിയാം. സോ അപ്പോൾ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് 2-3 ഐറ്റംസ് ജോർജിയൻ, ഒത്തൻറ്റിക് ജോർജിയൻ കുസീൻസ്, അവരുടെ ഫുഡാണ് ട്രാവൽ സ്ക്യൂട്ട് ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് നമ്മൾ ഗ്രാൻഡ് ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ നിങ്ങളോട് പറയണ്ടായിരുന്നു, ഇങ്ങനെ സീ വ്യൂ അല്ല, വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഈ ബാത്തുമി സിറ്റിയുടെ ഒരു പ്രത്യേകതയാണെന്ന്. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഇന്ന് പൊതുവെ ഒരു റെയിനി ഡേ ആണ്, ഫുൾ ഡേ ഇറ്റ് വാസ് റെയിനി. സോ അപ്പോൾ എനിക്ക് പുതിയൊരു സംഭവമായിട്ട് വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ അജാരിയൻ ഹൗസ് എന്ന് പറയുന്ന ഒരു ഒത്തൻറ്റിക് ജോർജിയൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ വന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇറ്റ്സ് റിയലി അമേസിങ്. ഒരു ഭയങ്കര റൊമാൻറ്റിക് ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഫ്രണ്ട്സ്. കാരണം ഈ ഒരു വ്യൂ മുഴുവനും ഈ ഒരു ലേക്കിലോട്ടാണ് വരുന്നത്. പിന്നെ ഇത് സിറ്റിയുടെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ബീച്ചുണ്ട്, ഇത് ബീച്ചാണ് അങ്ങോട്ട് പോകുമ്പോൾ. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ആംബിയൻസ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, കിങ്കാലിയും കച്ചാപ്പൂരിയും അല്ലാതെ ഒത്തൻറ്റിക് ജോർജിയൻ ഫുഡ്സ് കുറേയുണ്ട്, ഒത്തിരിയുണ്ട്. അപ്പോൾ അതിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള 3 ഒത്തൻറ്റിക് ആളുകൾക്ക് പ്രിയപ്പെട്ട, ട്രാവലേഴ്സിന് പ്രിയപ്പെട്ട 3 ഒത്തൻറ്റിക് വിഭവങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്, അതർ ദാൻ കിങ്കാലി ആൻഡ് കച്ചാപ്പൂരി. സോ അപ്പോൾ നമ്മുടെ 3 വിഭവങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈ കാണുന്നതാണ് സിനോരി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർലിക്, ഒരു തിൻ ലെയർ ഓഫ് ദോ, മെൽറ്റഡ് ബട്ടർ, പിന്നെ സോർ മിൽക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ്. സോ ഇപ്പോൾ ഈ സിനോരി ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ഫുഡാണ്. പിന്നെ അവർ കഴിക്കുന്നത് ഇങ്ങനെ 2-3 ബ്രെഡ്സ് ഉണ്ട് ഇവർക്ക്. സോ അപ്പോൾ അതിൽ വളരെ, അതായത് ആളുകൾക്ക് പ്രിയപ്പെട്ടത് ഇതാണ്, ചാടി എന്നാണ് ഇതിൻ്റെ പേര്. M സൈലൻ്റ് ആണ്, ചാതി. ഇത് വന്നിട്ട് കോൺ ബ്രെഡാണ്. പിന്നെ തേർഡ് വൺ വന്നിട്ട്, സോ ഇതാണ് തേർഡ് വൺ, ഇത് യഹ്നെ എന്നാണ് അവരുടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ആ ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, സ്പെഷ്യൽ ഡിഷാണ്. ബീഫ് വിത്ത് വാൾനട്ട് സോസിലാണ് അത് ചെയ്യുന്നത്. സോ അപ്പോൾ പിന്നെ യൂഷ്വലി ഇവർ ഒത്തിരി ഡ്രിങ്ക്സ് ആണ് സെർവ് ചെയ്യുന്നത്. കാരണം ഭയങ്കര കൂൾ വെതറാണ്, എപ്പോഴും റെയിനി ആണ്. സോ ദേ യൂസ് ടു ഹാവ് ലൈക്ക് വോഡ്ക, വിസ്കി, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ കുടിക്കാത്തതുകൊണ്ട് ഇത് നമ്മുടെ ലെമണേഡ് ആണ്. ഇന്ത്യൻ ഫുഡാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. സിനോരി, യഹ്നെ ആൻഡ് കോൺ ബ്രെഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ യഹ്നെ എന്ന് പറയാം വാൾനട്ട് സോസിൽ ബീഫാണ്. അതെനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതാണ് സിനോരി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഗാർലിക്കിൽ മെൽറ്റഡ് ബട്ടർ, പിന്നെ ദോ, പിന്നെ സോർ മിൽക്ക്, അങ്ങനെയൊക്കെയാണ്. സോ അപ്പോൾ നമ്മുടെ ജോർജിയൻ കുസീൻ എക്സ്പ്ലോർ ചെയ്തത് ട്രാവൽ സ്ക്യൂട്ടിൻ്റെ ഒരു ഭയങ്കര ഒരു റെയിനി ഡേ ആണ്. അതുപോലെ തന്നെ ആയിരുന്നു ഡിഷസ് എല്ലാം, ഞാൻ സെലക്ട് ചെയ്ത ഡിഷസ്. പിന്നെ ഈ ഒരു ബ്രെഡ് സോഫ്റ്റ് ആണ്. അപ്പോൾ യഹ്നി, അതായത് ഈ ഒരു ബീഫ് കറി വാൾനട്ടിലെ ഒരു ബിറ്ററായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചാടി എന്ന് പറഞ്ഞ ആ ഒരു കോൺ ബ്രെഡ് വലിയ വികാരമൊന്നും ഇല്ലാത്തൊരു റഫ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. പിന്നെ ഈ ഒരു സിനോരി ഇറ്റ്സ് ബെറ്റർ ആക്ച്വലി. സോ ഈ ഡിഷിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സിനോറിയാണ്. പിന്നെ അവരുടെ ലെമണേഡിന് ഒരു എന്താ പറയുക,
ഒരു ജീരകത്തിന് ടേസ്റ്റ് ഉണ്ട്. കളർ ഇങ്ങനെയായിരിക്കുന്നത്. സോ ഇപ്പോൾ ഇതാണ് ഈവനിങ് വ്യൂ ഈ റെസ്റ്റോറൻറ്റിൻ്റെ. അജാരിയൻ ഹൗസ്. സോ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മൾ ആ ഡക്സ് ഒക്കെ ഫീഡ് ചെയ്യാവുന്ന ഒരു സ്പോട്ടാണ്. അവിടെ ലൈറ്റ് ഇട്ടോ, കോർട്ട്യാർഡ് മാരീഡിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റ് അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം ഈ വാട്ടറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെ ഹോൾ ഡേ ഇറ്റ് വാസ് റെയിനിങ്. സ്റ്റിൽ നൗ ഇറ്റ്സ് റെയിനിങ്. റെയിൻ ഒന്നും കൂടി കൂടിയ പോലെ എനിക്ക് തോന്നുന്നു. ഫ്രണ്ട്സ്, തണുപ്പായത് കാരണം ബ്രെഡൊക്കെ ഭയങ്കര ഹാർഡായി. ഞാനൊരു കണക്കിന് എന്തായാലും ഓർഡർ ചെയ്തു. എനിക്കിത് പിടിക്കുന്നില്ല കാരണം ഒട്ടും സ്പൈസ് ഇല്ല, മസാലയൊന്നും ഇല്ല ഫ്രണ്ട്സ്. ഇവിടുത്തെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അത് തന്നെയല്ല, പുറത്ത് ഭയങ്കര മഴയാണ്. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ബട്ട് ഇത് തൊട്ടടുത്തായ കാരണം പേടിക്കണ്ട. സോ നമ്മൾ ഇറങ്ങുക ഫ്രണ്ട്സ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപേ ഈ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ നിങ്ങൾക്ക് കാണിക്കാം. പക്ഷെ ഇന്ന് ഭയങ്കര മഴയാണ്. പുറത്തോട്ട് നമുക്ക് വിസിബിളേ അല്ല. നമുക്ക് ആ ഭാഗത്തും ഇരിക്കാം. അതൊരു ടെറസ് പോലെ ആ ഒരു ഭാഗമുണ്ട്. ഓപ്പൺ സ്പേസ് ആണ്. അങ്ങനെ നമ്മൾ പോവാണ്. ഫ്രണ്ട്സ്, അപ്പം ഇത്രയും നേരം ട്രാവൽ സ്കൂഡിൻ്റെ ഈ ഒരു ഒതൻറ്റിക് ജോർജിയൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പം നമ്മൾ ട്രൈ ചെയ്ത വിഭവങ്ങൾ സിനോറി, പിന്നെ യാക്കിനെ, ആ ഒരു ബീഫ് സ്റ്റൂ, പിന്നെ ബ്രെഡ്, കോൺ ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ലെമണേഡ്, പിന്നെ ഞാനൊരു ടീ. ലെമണേഡിൻ്റെ ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. സോ അപ്പോൾ ഞാനത് കഴിച്ചില്ല. ഞാനൊരു ടീ ഓർഡർ ചെയ്തു. സോ അപ്പോൾ നമ്മൾ ഇരുന്ന ടേബിളാണ് ആ സിനോറി. അതായത് ഇതാണ് സിനോറി. സോ അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്തത്. സോ ഇപ്പോൾ കിൻകാലി പിന്നെ കച്ചാപ്പൂരിയൊക്കെയാണ് ഒരു മെയിൻ എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉള്ളത്. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യം എന്തായാലും ഇപ്പം ഇന്ന് റെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇതാണ് അടുത്ത റെസ്റ്റോറൻറ്റ്. അതാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് ജോർജിയൻ ഒതൻറ്റിക് ഫുഡിൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്. Please don't forget to subscribe, support, like, comment, share Travel School. So if you didn't subscribe so far, please subscribe friends. Okay? So ഈ റെസ്റ്റോറൻറ്റ് ഈസ് വെരി അമേസിങ് ബിക്കോസ് ഈ ഒരു വാട്ടർ ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ടാണ്. ഇത് ഭയങ്കര വലിയ മഴ. സോ റിയലി റെയിനി ഡേ. സോ അപ്പോൾ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആളുകൾ ഇവിടെ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഫുൾ ഇതായിരിക്കും. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ട്രാവൽ സ്കൂട്ടിന് ഈ റെസ്റ്റോറൻറ്റിൽ പോവാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. I will come with another interesting vlog very soon. Till then, take care. Thank you.